അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 ക്യാരറ്റ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റൗണ്ട് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തീരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്ത് ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു കടായി ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 10 അതിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ. 10, 12, 15 ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി, ഉള്ളി ഇല്ലെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതാ ഉള്ളി നിറമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം എരിവില്ലാത്ത 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1, 2 ഒക്കെ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് വഴന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടയുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ തൈര് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി തൈര് അടിച്ചെടുത്ത അതേ ജാർ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ തേങ്ങ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളൂ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് ഒരു 20 എണ്ണി ചേർത്ത് കൊടുക്കുക. കുരുമുളക് മുഴുവൻ ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാലും കുഴപ്പമില്ല. പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ക്യാരറ്റ് വെന്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അത്യാവശ്യം വെന്തിട്ടേ ഉള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പല്ല ആദ്യം ക്യാരറ്റ് വഴറ്റുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് കുറച്ചും കൂടെ വേവാനുണ്ട്. അതുപോലെ ഗ്രേവിയും കുറച്ച് വറ്റി വരാനുണ്ട്. ഒരുപാടങ്ങ് വറ്റി വരരുത്, ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ ക്യാരറ്റ് എല്ലാം വെന്ത് ഗ്രേവി എല്ലാം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതിന്റെ ചൂടൊന്ന് മാറണം. ചെറിയൊരു ചൂട് ഉണ്ടാവാനേ പാടുള്ളൂ. ചൂടിൽ നമ്മൾ അടിച്ചെടുത്ത തൈര് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിന്നു പോകും. അതുകൊണ്ട് അതിന്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് വേണം ഈ നമ്മൾ അടിച്ചെടുത്ത തൈര് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഇതിന്റെ ചൂട് മാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടേ ഉള്ളൂ. ഈ ഒരു സമയം നമ്മൾ അടിച്ചു വെച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ആ തൈര് മോരായിട്ട് വരും, കുറച്ച് ലൂസായിട്ടല്ല വരുന്നത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ തൈര് അടിച്ചെടുത്തിട്ടുള്ളത്. അടിച്ചെടുത്ത തൈരും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒന്ന് താളിച്ചിടാം ഇതിലേക്ക്.
താളിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ലാസ്റ്റിൽ 2 നുള്ള് ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ലാസ്റ്റിൽ 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഇതിലേക്ക് താളിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റും മണവും കിട്ടുള്ളൂ. ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി, കൂടി പോവരുത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റിലുള്ള കറിയാണ്. ഈ ക്യാരറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല, ഉപ്പൊക്കെ കറക്റ്റാണോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്യാരറ്റ് വെച്ചിട്ടുള്ള കറി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്